ശരിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉത്സവ പറമ്പിലൊക്കെ മറ്റേ ലൈറ്റ് ഇടുന്ന ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് താഴെ നിന്നിട്ട് കിളവന്മാരൊക്കെ പറയാറുണ്ട്, അങ്ങോട്ട് നീക്കി കെട്ടാ പുള്ളയെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ താഴെ നിന്നിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ താഴെ നിന്നിട്ട് വിടുന്ന ചേട്ടന്മാർക്ക് അറിയില്ല കേട്ടോ, മുകളിൽ കയറി ചെയ്യുന്നവൻ്റെ ബുദ്ധിമുട്ടും അത് അവൻ എടുക്കുന്ന റിസ്ക്കും എത്രത്തോളം ഉണ്ടെന്ന് ഈ താഴെ നിന്ന് വാചകം അടിക്കുന്ന ചേട്ടന്മാർക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല. അതെനിക്കിന്ന് മനസ്സിലായ ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ കഫീലിൻ്റെ വീട്ടിൽ എന്താണ് പെരുന്നാളെല്ലാം കഴിഞ്ഞ് ആളും ആരവം എല്ലാം ഒഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഒരു കുറച്ച് LED കൊണ്ടുവന്നിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കയറിയപ്പോഴാണ് ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സെറ്റ് വർക്കിലേക്ക് പയ്യന്മാർ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് അവന്മാർ ഇങ്ങനെ ലൈറ്റ് ഇട്ട് നമ്മുടെയൊക്കെ കണ്ണിനൊക്കെ നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കി തരണം എന്നുള്ള കാര്യം ഇന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഈ ഇത്രയും വലിയ പൊക്കമുള്ള പനയുടെ മണ്ടയിൽ ഞാൻ തലകുത്തി താഴെ വന്ന് വീഴും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ലൈറ്റൊക്കെ ഇടാറുണ്ടെങ്കിലും ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഈ സാമാനങ്ങളൊക്കെ വെച്ച് കയറി ലൈറ്റ് ഇടുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കേട്ടോ. പക്ഷേ എന്നാലും അത് കത്തി കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസം ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ.